മിഷൻ 2026 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് BJP നൽകിയിരിക്കുന്ന പേരാണ് മിഷൻ 2026. കുറഞ്ഞത് 10 സീറ്റെങ്കിലും നേടുക. ഇതാണ് BJPക്ക് കേന്ദ്ര നേതൃത്വം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും 10 സീറ്റ് നേടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് BJP എ ക്ലാസ് മണ്ഡലങ്ങളിൽ പൂർണ്ണമായും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു BJP. അനൗദ്യോഗികമായാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെങ്കിലും സ്ഥാനാർത്ഥികൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. BJP സ്ഥാനാർത്ഥികളെ എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ. വട്ടിയൂർക്കാവ് മാറ്റമുണ്ട്. വട്ടിയൂർക്കാവ് ശ്രീലേഖയ്ക്ക് സീറ്റില്ല, പകരം കെ സുരേന്ദ്രൻ മത്സരിക്കും. കഴക്കൂട്ടം BJPയുടെ എ ക്ലാസ് മണ്ഡലമായ കഴക്കൂട്ടത്ത് വി മുരളീധരൻ. നെടുമങ്ങാടും ശ്രീലേഖയ്ക്ക് സീറ്റില്ല, അവിടെ യുവരാജ് ഗോകുൽ മത്സരിക്കും. കാട്ടാക്കട BJP 2ാം സ്ഥാനത്തെത്തുന്ന കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് മത്സരിക്കും. ചിറയൻകീഴ് BJPയുടെ ആശാനാഥ്, ഡെപ്യൂട്ടി മേയറായ ആശാനാഥ് മത്സരിക്കും. കോവളത്ത് സുരേഷ്, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സുരേഷ് മത്സരിക്കും. തിരുവനന്തപുരം സെൻട്രലിൽ BJPയുടെ തലമുതിർന്ന നേതാവ് കരമന ജയൻ മത്സരിക്കും. കൊല്ലത്ത് ചാത്തന്നൂർ BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം, അവിടെ PK ഗോപകുമാറാണ് BJPയുടെ സ്ഥാനാർത്ഥി. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കും. തിരുവല്ലയിൽ അനൂപ് ആന്റണിയാണ് BJP സ്ഥാനാർത്ഥി. പൂഞ്ഞാറിൽ ഷോൺ ജോർജ് BJPക്ക് വേണ്ടി മത്സരിക്കും. ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതി, BJPയുടെ യുവ നേതാക്കളിൽ തിളക്കമാർന്ന മുഖമായ സന്ദീപ് വചസ്പതി മത്സരിക്കും. കായംകുളത്ത് ശോഭ സുരേന്ദ്രനാണ് BJPയുടെ സ്ഥാനാർത്ഥി. BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് കായംകുളത്ത് ശോഭ സുരേന്ദ്രൻ മത്സരിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ നോബിൾ മാത്യു സ്ഥാനാർത്ഥിയായി മാറും. തൃപ്പൂണിത്തുറയിൽ P ശ്യാംരാജാണ് BJP സ്ഥാനാർത്ഥി. BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന തൃശ്ശൂരിൽ MT രമേശ് മത്സരിക്കും. തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിൽ ജേക്കബ് തോമസ്. ഈ തൃശ്ശൂരും ഇരിങ്ങാലക്കുടയും നാട്ടികയും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലമാണ്. തൃശ്ശൂരിൽ MT രമേശും ഇരിങ്ങാലക്കുടയിൽ ജേക്കബ് തോമസും മത്സരിക്കും. നാട്ടികയിൽ രേണു സുരേഷാണ് BJP സ്ഥാനാർത്ഥി. ഒല്ലൂരിൽ BJPയുടെ ചാനൽ മുഖമായ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ മത്സരിക്കും. പുതുക്കാട് N നാഗേഷാണ് BJP സ്ഥാനാർത്ഥി. മണലൂരിൽ KN രാധാകൃഷ്ണൻ BJPക്ക് വേണ്ടി മത്സരിക്കും. എറണാകുളത്ത് ജിജി ജോസഫാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. കോഴിക്കോട് നോർത്ത് നവ്യ ഹരിദാസ് BJPക്ക് വേണ്ടി മത്സരിക്കും. കാസർഗോഡ് BJP പ്രതീക്ഷ വയ്ക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കാസർഗോഡ്, അവിടെ K ശ്രീകാന്ത് മത്സരിക്കും. മഞ്ചേശ്വരം BJPയുടെ മറ്റൊരു എ ക്ലാസ് മണ്ഡലമായ മഞ്ചേശ്വരത്ത് BJPയുടെ വനിതാ നേതാവ് ML അശ്വനി മത്സരിക്കും. പാലക്കാട് പ്രശാന്ത് ശിവൻ, BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പാലക്കാട് മത്സരിക്കും. മലമ്പുഴ C കൃഷ്ണകുമാറാണ് BJP സ്ഥാനാർത്ഥി. ഇതാണ് BJPയുടെ പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രചരണത്തിന് അയച്ചിരിക്കുന്നു BJP. ഒരു മുഴം മുമ്പേ തന്നെ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയം. BJP ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നേമം
കഴക്കൂട്ടം, കാട്ടാക്കട, ചിറയൻകീഴ് ഈ 4 മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ പോരാട്ടം തന്നെ നടത്തും. മറ്റൊരു മണ്ഡലം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിൽ അഡ്വക്കേറ്റ് പി സുധീറാണ് ബി ജെ പി സ്ഥാനാർത്ഥി. അപ്പോൾ നേമം, കഴക്കൂട്ടം, കാട്ടാക്കട, ആറ്റിങ്ങൽ, ചിറയൻകീഴ് ഈ മണ്ഡലങ്ങളാണ് ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്നത് തിരുവനന്തപുരത്ത്. നെടുമങ്ങാട് യുവരാജ് ഗോകുലിന് അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിത്വം. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ പ്രത്യേകത മുൻ DGP ആയിരുന്ന ആർ ശ്രീലേഖയ്ക്ക് സീറ്റില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം സെൻട്രലോ നെടുമങ്ങാടോ ശ്രീലേഖയ്ക്ക് നൽകും എന്നായിരുന്നു ബി ജെ പിയും ശ്രീലേഖയും തമ്മിലുള്ള ധാരണ. എന്നാൽ കാര്യം കഴിഞ്ഞപ്പോൾ ശ്രീലേഖ കറിവേപ്പിലയായി മാറി. നെടുമങ്ങാടും തിരുവനന്തപുരം സെൻട്രലിലും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞു ബി ജെ പി. വട്ടിയൂർക്കാവ് ശ്രീലേഖയ്ക്ക് നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വട്ടിയൂർക്കാവ് കെ സുരേന്ദ്രനാണ് ബി ജെ പി സ്ഥാനാർത്ഥി. ചുരുക്കത്തിൽ ശ്രീലേഖയെ ബി ജെ പി നന്നായി തേച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരാൾക്ക് സീറ്റ് ലഭിക്കാത്ത മറ്റൊരാൾ സിനിമാ നടൻ കൃഷ്ണകുമാർ ജി ആണ്. കഴിഞ്ഞ തവണ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കൃഷ്ണകുമാർ ജി നല്ലൊരു പോരാട്ടം തന്നെ നടത്തിയിരുന്നു. എന്നാൽ ഇത്തവണ കൃഷ്ണകുമാർ ജിക്ക് സീറ്റില്ല. കൃഷ്ണകുമാർ ജി വട്ടിയൂർക്കാവ് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് പാർട്ടി എവിടെ നിൽക്കാൻ പറയുന്നുവോ താൻ അവിടെ നിൽക്കും എന്നാണ്. പക്ഷേ പാർട്ടി ഒരിടത്തും നിൽക്കാൻ പറഞ്ഞിട്ടില്ല കൃഷ്ണകുമാർ ജിയോട്. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്. രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോരാട്ടത്തിനാണ് ബി ജെ പി ഇറങ്ങുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. LDFനും UDFനും നഷ്ടപ്പെടാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പൊരുതുക എന്നുള്ളതാണ് അവരുടെ നയം. തിരുവനന്തപുരത്ത് നേമം അവർ ഷുവർ സീറ്റായി കരുതുന്നു. മറ്റൊന്ന് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് അവർ ഷുവർ സീറ്റായി കരുതുന്നു. കഴക്കൂട്ടം, കാട്ടാക്കട, ആറ്റിങ്ങൽ എന്നിവയും അവർ ഷുവർ സീറ്റായി കരുതുകയാണ്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഘടകമാണ്. PK കൃഷ്ണദാസ് കഴിഞ്ഞ തവണ നല്ലൊരു മത്സരം കാഴ്ചവെച്ചെങ്കിലും 2ാം സ്ഥാനത്തേക്ക് ഒതുങ്ങിപ്പോയി. നല്ലൊരു മത്സരം കാഴ്ചവെച്ച് 2ാം സ്ഥാനത്തെത്തി. ഒതുങ്ങിപ്പോയെന്ന് പറയാൻ പറ്റില്ല, 2ാം സ്ഥാനത്തെത്തി അദ്ദേഹം. എന്തായാലും ബി ജെ പി സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തം: ജയം. അതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യം. മിഷൻ 2026 എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം തന്നെയാണ്. കുറഞ്ഞത് 10 സീറ്റ്. അതിൽ കുറഞ്ഞൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിൽ.